കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ആത്മഹത്യയാണോ എന്ന് പോലും സംശയമുണ്ട് എന്നാണ് ഹർജിയിൽ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീകാന്തും സജോ ദേവസ്യം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, നേരത്തെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായിരുന്നു ഈ കൊലപാതകമാണോ എന്നുള്ള സംശയം എന്നത്. അത് KK രമ ആ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചതാണ്. ചില കോൺഗ്രസ് നേതാക്കളൊക്കെ അത്തരമൊരു നിലപാട് മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ കുടുംബം ഹർജിയുടെ ഭാഗമായി അത്തരമൊരു സംശയം കൂടി ഉന്നയിക്കുമ്പോൾ എന്താണ് വായിച്ചെടുക്കേണ്ടത് ശ്രീകാന്ത്? അതിലൊരൊറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണത്തെയും സർക്കാരിൻ്റെ വാക്കുകളെയും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ചെന്ന് പറഞ്ഞ വാക്കുകളെയും അവർക്ക് വിശ്വാസമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. കാരണം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അത് അത്ര കണ്ട് നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല. അതായത് ഒരു ഇൻക്വസ്റ്റ് നടപടിക്രമം നടത്തുമ്പോൾ ആ ചട്ടപ്രകാരം എന്താണോ ചെയ്യേണ്ടത് ആ ചട്ടങ്ങളെ പാലിച്ചിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ ആരോപണം പറയുന്നത്. അതായത് കുടുംബം അവിടെ ഉണ്ടാകണം, അത് അനിവാര്യതയാണ്. അത് കൃത്യമായി എല്ലാ തരത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികളും ചെയ്യുമ്പോൾ അത് ചെയ്യുന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുൻപ് തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് മൊഴി രേഖപ്പെടുത്താൻ താമസിച്ചു എന്നുള്ളതാണ്. അത് പോലീസ് എന്തുകൊണ്ട് അത്രയധികം താമസം വരുത്തി? അതും വിവാദമായ കേസാണ്. ഏതെങ്കിലും തരത്തിൽ പരാതി കൊടുത്തതിന് ശേഷം പിന്നീട് ഘട്ടം ഘട്ടമായി അന്വേഷണം നടന്ന കേസല്ല. ഇത് വിവാദമായി, മരണത്തിന് ശേഷം വിവാദമുണ്ടായി, ആ വിവാദത്തെ തുടർന്ന് വലിയ തോതിൽ ചർച്ചയായി പെട്ടെന്ന് തന്നെ അന്വേഷണം നടന്ന കേസാണ്. അതിലാണ് ഈ മൊഴിയെടുക്കൽ വൈകിച്ചത്. അത് രണ്ടാമത്തെ ആരോപണമായി പറയുന്നു. 3, പോലീസ് ഇതിന്റെ നിർണായക തെളിവുകൾ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘം എന്ന അതീവ ഗുരുതരമായ ആരോപണം അവർ ഈ ഹർജിയിൽ ഉന്നയിക്കുന്നു. 4, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിക്ക് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യവും പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഏറ്റവും ഒടുവിലായി അവർ പറയുന്നത് ഈ അന്വേഷണ സംഘത്തിൽ തനിക്ക് വിശ്വാസമേ ഇല്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇനി അടുത്ത ഘട്ടത്തിൽ അവർ പറയുന്നത് ഇത് ആത്മഹത്യയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അവർ ഇപ്പോൾ വിശ്വസിക്കുന്നത് നേരത്തെ രാഷ്ട്രീയാരോപണം എന്ന നിലയിൽ ഉയർത്തിയ, പ്രതിപക്ഷം ഉയർത്തിയ കൊലപാതക ആംഗിൾ, അതിലേക്ക് കുടുംബം കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നവർക്ക് സംശയം വന്നിരിക്കുന്നു. ആ സംശയം അവർ ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അത് കോടതി മുമ്പാകെ അവർ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്രകാരമാണ്. അതായത് പ്രശാന്തന്റെ പരാതി കെട്ടിച്ചമച്ചതായിരുന്നു. അന്വേഷണ സംഘം ഈ തെളിവുകളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ഇത് കുഴിച്ചു മൂടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അത് അക്കമിട്ട് നിരത്തിയാണ് അവർ ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതിനാൽ കൂടി ഈ അന്വേഷണത്തിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നത്, യാത്രയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബുവിനെ കണ്ടത് ആരൊക്കെ എന്ന കാര്യത്തിൽ അന്വേഷണം നടന്നില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അന്വേഷണ സംഘം ഇതുവരെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചില്ല എന്ന കാര്യം അവർ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നവീൻ്റേത് കൊലപാതകം എന്ന സംശയം തള്ളിക്കളയാനാകില്ല എന്ന കാര്യം കൂടി അവർ ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു. അതായത് ഇതൊരു ആത്മഹത്യയാണെന്ന് അവർ കരുതുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ആത്യന്തികമായി പറയാനുള്ളത്. ആ ഹർജി ഇനി കോടതി എങ്ങനെ കേൾക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. 2, സർക്കാർ ഇതിലെടുക്കാൻ പോകുന്ന നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, പാർട്ടി ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും കാത്തിരുന്നു കാണണം. അതിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ പത്തനംതിട്ട പാർട്ടി കണ്ണൂർ പാർട്ടി എന്ന രീതിയിലില്ല, നേരെ മറിച്ച് CPIM സംസ്ഥാന കമ്മിറ്റി ഇതിൽ എന്ത് തീരുമാനമെടുക്കും, സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നതും വരും മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശ്രീകാന്തും സജോ ദേവസ്യവുമാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഹർജിയുമായി ബന്ധപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യയുടെ പ്രതികരണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് കോടതിയിലുള്ള കാര്യമാണ്, പരസ്യ പ്രതികരണത്തിനില്ല എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. AV ജയശങ്കർ അക്കാര്യം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.